ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയിലൂടെ ഇരുമ്പിളിയം പഞ്ചായത്തിൽ നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ആബിദ് ഹുസൈൻ തങ്ങൾ MLA നിർവഹിച്ചു. പദ്ധതിയിലൂടെ ജില്ലയിൽ പൂർത്തിയായ രണ്ടാമത്തെ സ്റ്റേഡിയമാണ് ഇത്. ഗ്രൗണ്ട് വേണം എന്നത് ഒരാവശ്യമാണ്. ഇരുമ്പിളിയത്തെ ഉണ്ടാക്കിയേ തീരൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എവിടെയാണ് സ്ഥലം എന്നാണ് ഞാനൊന്ന് ചോദിച്ചത്. സ്ഥലം ഇവിടെ പുഴവക്കിലുണ്ട്, ആ സ്ഥലം ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് ഇവിടെ വരുമ്പോൾ ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് കാണുന്ന ആ മണലിട്ടിനെ പുതായ കൊണ്ടും കുഴിയുമൊക്കെ ആയിട്ട് നിൽക്കുന്നത് പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. പഞ്ചായത്തിന്റെ ആസ്തിയിൽ പെട്ടതാണെന്ന് ചോദിച്ചാൽ പെട്ടതാണ്, അല്ലെന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇതൊരു പുറപ്പായതുകൊണ്ട് അങ്ങനെയുള്ള ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായി. ഏതായാലും വളരെ കാര്യമായി ഇവിടുത്തെ യൂത്ത് പൊട്ടകന്മാർ, ചെറുപ്പക്കാരായ ആളുകൾ, ക്ലബിന്റെ ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ക്ലബിലെ ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി ഇങ്ങനെ ആശയവിനിമയം നടത്തിയപ്പോൾ അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷ റജുല നൌഷാദ് ചടങ്ങിൽ അധ്യക്ഷയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ APM മുഹമ്മദ് അഷറഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA ഫണ്ടും കായിക വകുപ്പിൽ നിന്നും അനുവദിച്ച തുകയും ചേർത്ത് 1 കോടി ചെലവഴിച്ചാണ് സ്റ്റേഡിയം നിർമ്മിച്ചത്. 105 മീറ്റർ നീളവും 65 മീറ്റർ വീതിയുമുള്ള ഗ്രൗണ്ടാണ് ഒരുക്കിയത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ AV അജയൻ, ഉപാധ്യക്ഷ CP ഉമ്മുക്കുൽസു, പഞ്ചായത്ത് ഉപാധ്യക്ഷൻ KT മൊയ്തു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TC ഷമീല, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ VT അമീർ, സുഫൈറ നാസർ, റിയ ഗോപി, ഫൗസിയ ഗഫൂർ, അബ്ദുറഹ്മാൻ ഹാജി, K മുഹമ്മദ് അലി, സലാം ചെമ്മുക്കൻ, PCA നൂർ, ബാലചന്ദ്രൻ, അഷ്റഫ് അലി കാളിയത്ത്, K മാനുപ്പ, PT ഷഹനാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഫുട്ബോൾ മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.